നമുക്ക് ചോറിന് പകരം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പിനച്ച് ഓംലെറ്റ് ഉണ്ടാക്കി നോക്കിയാലോ? സ്പിനച്ച് അല്ലെങ്കിൽ ചീര അത് നമ്മൾ എല്ലാ ദിവസവും മസ്റ്റായിട്ടും കഴിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയാം. കാരണം അത്രമാത്രം ഗുണങ്ങൾ, ന്യൂട്രിയൻസ് ഉള്ള ഒരു ഇലവർഗ്ഗമാണിത്. അത് പച്ച ചീരയായാലും ചുവന്ന ചീരയായാലും. ചുവന്ന ചീരയിൽ ബീറ്റലൈൻസ് എന്ന ആന്റി ഓക്സിഡന്റ് കൂടുതൽ അളവിലുള്ളതുകൊണ്ടാണ് ആ ഒരു കളറിന് കാരണം. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് പുറമെ മാനസികാരോഗ്യത്തിന്, നമ്മുടെ സ്ട്രെസ് ലെവലും ആങ്സൈറ്റി ലെവലൊക്കെ കുറയ്ക്കുന്നതിന് സ്പിനച്ച് സഹായിക്കുന്നു. ഈ ചീരയിൽ സമൃദ്ധമായിട്ട് വിറ്റമിൻ കെ, കാൽഷ്യം, മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും, നൈട്രേറ്റ്സ് കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തിനും, വിറ്റമിൻ എ സമൃദ്ധമായിട്ടുള്ളതുകൊണ്ട് കണ്ണിന്റെ ഹെൽത്തിനും വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമുള്ളവരൊക്കെ സ്ഥിരമായിട്ടൊന്ന് ചീര കഴിച്ചു നോക്കൂ. അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. കാരണം ധാരാളമായിട്ട് ഇതിൽ ഫൈബർ അല്ലെങ്കിൽ നാര് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കാലറി വളരെ കുറവായതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ ചീര ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ചീര ഏറ്റവും നല്ലത് സാലഡ് രൂപത്തിൽ കഴിക്കുന്നതാണ്. നമ്മൾ കൂടുതൽ നേരം വേവിച്ച് അതിൻ്റെ ന്യൂട്രിയൻസിനെ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രത്യേകിച്ച് റെഡ് കളറിലുള്ള ചീരയൊക്കെ സാലഡിൽ ഉൾപ്പെടുത്തി അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ കാലറി കൂടുതലുള്ള ചോറ് പോലുള്ള ഭക്ഷണമൊക്കെ കുറച്ച് അതിന് പകരം ഒരു നേരം കാലറി കുറഞ്ഞ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടാക്കാനായിട്ട് ഇത്ര എളുപ്പമുള്ള സ്പിനച്ച് ഓംലെറ്റ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അത് വളരെ നല്ലതാണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ അത് സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്പിനച്ച് ഓംലെറ്റ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ക്യാരറ്റോ മറ്റു പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് അതിനെ കുറച്ചും കൂടെ ന്യൂട്രിയൻ റിച്ച് ആക്കാനായിട്ട് ശ്രമിച്ചാലും വളരെ നല്ലതായിരിക്കും.